പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ സലിംകുമാറിൻ്റെ ഒരു വിശ്വവിഖ്യാതമായ ഡയലോഗുണ്ട്. അങ്ങനെ പടക്കക്കട ഗുദാഹവ എന്ന്. അത് പറയും പോലെയാണ് RSSൻ്റെ വലിയൊരു ബുദ്ധിജീവിയെന്നും പ്രമുഖ സൈദ്ധാന്തികനായൊക്കെ സ്വയം അവകാശപ്പെടുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത സംഘപരിവാർ പ്രൊഫൈലുകൾ വാനോളം ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്ന TG മോഹൻദാസ് ഒടുവിൽ അഴിക്കുള്ളിലായിരിക്കുകയാണ്. കഴിഞ്ഞ 12 മണിക്കൂറിലധികമായി കടുത്ത മാനസിക വ്യസനത്തിലാണ് കഴിയുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്ന സൂചനകളെല്ലാം. അതായത് ഒരു വശത്ത് അങ്ങേറ്റം വഷളൻ ചിരിയോടെ CJP സമരരംഗത്തിറങ്ങിയ സ്ത്രീകൾ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നും അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയാൽ പോലും അവർ പരാതിയുമായി മുന്നോട്ട് വരില്ല എന്നും അവരെ തെരുവിൽ വെടിവെച്ച് കൊല്ലണമെന്നും അവരുടെ മൃതദേഹങ്ങൾ വഴിയിൽ നിന്ന് തൂക്കിയെടുത്ത് ആശുപത്രികളിൽ കൊണ്ടുപോയി തള്ളണമെന്നൊക്കെ ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിന്റെ പിൻബലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ലൈവ് സ്ട്രീമിങ്ങിന്റെ കമന്റ് ബോക്സിൽ പോസിറ്റീവ് കമന്റുകൾ ഇടാൻ വിവരം കെട്ട കുറച്ചുപേർ വന്നെത്തുന്നുണ്ടെന്നുള്ള ധൈര്യത്തിലും തനിക്കെതിരെ ഇവിടെയൊന്നും സംഭവിക്കില്ല എന്ന അഹങ്കാരത്തിലുമാണ് ഇത്രയും കടുത്ത വിദ്വേഷ പരാമർശങ്ങൾ TG മോഹൻദാസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഓൺലൈൻ ചാനലിലൂടെ താൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും ബലാത്സംഗത്തെക്കുറിച്ചും വെടിവെപ്പിനെക്കുറിച്ചും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞതൊക്കെ തികച്ചും ശരിയായ കാര്യങ്ങളാണെന്നൊക്കെയുള്ള ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിറഞ്ഞു തുള്ളിക്കൊണ്ട് അവകാശപ്പെട്ട TG മോഹൻദാസ് പോലീസിനെ കണ്ട നിമിഷത്തിൽ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഭയന്ന് വിറച്ച് മെഴുകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അറസ്റ്റ് സമയത്ത് പുറത്തു വന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് അങ്ങേറ്റം വ്യക്തമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. കടുത്ത ഭയം കാരണം കണ്ണു തള്ളി ആകെ കൂനിക്കൂടിയിരിക്കുന്ന TGയുടെ ആ ഒരു അവസ്ഥ ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതും ഒപ്പം അതിദയനീയവും കൂടിയാണ്. തുറന്ന വർഗീയത പറയുക, അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധ പ്രചരിപ്പിക്കുക, യാതൊരുവിധ മാനസിക വിഷമവും ഇല്ലാത്ത രീതിയിൽ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക, കടുത്ത ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുക എന്നിവയ്ക്ക് യാതൊരു മടിയുമില്ലാതെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന TG മോഹൻദാസ് എന്ന വ്യക്തിയാണ് കുനിഞ്ഞുകൂടി പോലീസിനിടയിൽ കൂടെ പോകുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. വലിയ തരത്തിൽ അപഹാസ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്ന അദ്ദേഹത്തെയാണ് RSSന്റെ വലിയൊരു ബുദ്ധിജീവിയായും പ്രമുഖ സൈദ്ധാന്തികനായൊക്കെ ചിലർ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളതും വലിയൊരു വിരോധാഭാസമായ കാര്യമാണ്. നിരവധിയായ BJP പ്രവർത്തകരും RSS അനുഭാവികളും ഇപ്പോഴും TG മോഹൻദാസിന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി മെഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലതാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ ജയ് വിളിച്ചു കൊണ്ടുവരുന്ന TG അനുകൂലികളെ കാണാൻ സാധിച്ചത്. ഞങ്ങളുടെ TGയെ തൊടാൻ നിങ്ങൾക്ക് ശേഷിയൊന്നുമില്ല, TG ഗർജിക്കുന്നൊരു സിംഹമാണ്, അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വീരാതി വീരനാണെന്നൊക്കെയാണ് വലിയ തോതിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് തള്ളിമറിക്കുകയാണ് ഈ കൂട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ കൈകളിൽ പെട്ടുപോയ TGയുടെ യഥാർത്ഥ അവസ്ഥ അദ്ദേഹത്തിന് മാത്രമല്ലേ അനുഭവത്തിലൂടെ അറിയാൻ കഴിയൂ. ആ ഒരു ഭാവവും ഇരിപ്പും കണ്ടാൽ തന്നെ ആർക്കും വ്യക്തമായി അറിയാൻ കഴിയും. അദ്ദേഹം നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്, പോലീസിന് മുന്നിൽ നല്ലതുപോലെ മെഴുകിയിട്ടുമുണ്ട്. ചിലതൊക്കെ സ്വന്തം മുണ്ടിൽ തന്നെ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ കൂനിക്കൂടിയുള്ള പേടിച്ചിരണ്ട ഇരിപ്പ് തന്നെ കാണാൻ കഴിയുന്നത്. TG മോഹൻദാസിൻ്റെ വയസ്സിനെ നാം എല്ലാവരും ബഹുമാനിക്കുകയാണ്. 80 വയസ്സ് കഴിഞ്ഞ ഒരു മുതിർന്ന വ്യക്തിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ ഭൂരിഭാഗം ആളുകളും വീടുകളിൽ വിശ്രമത്തിലോ പ്രശാന്തമായി വിശ്രമം ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ നാമനാമം ജപിച്ച് വീട്ടിലിരിക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് സംഘപരിവാർ പ്രേക്ഷക സമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട് വിവരക്കേടും വെളിവില്ലായ്മയും അബദ്ധങ്ങളും വർഗീയതയും വിദ്വേഷവും ആളിക്കത്തിച്ചുകൊണ്ട് എങ്ങനെ 4 കാശുണ്ടാക്കാമെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ TG എന്നത് ഖേദകരം കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരാളെ സൈദ്ധാന്തികൻ എന്നൊക്കെ പറഞ്ഞ് RSS ബുദ്ധിജീവി എന്നൊക്കെ വിളിക്കുന്നവരെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുക്കണമെന്നാണ് നിലവിൽ പൊതുസമൂഹത്തിൽ നിന്ന് പോലും ശക്തമായി വരുന്ന വികാരമെന്നത്. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ വലിയ ബുദ്ധിജീവിയെന്നും സൈദ്ധാന്തികനൊക്കെ വിശേഷിപ്പിച്ച് ചുമന്നുകൊണ്ട് നടക്കുന്നത് RSS എന്ന പ്രസ്ഥാനത്തെ തന്നെ വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാരതീയ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എല്ലാ കാലത്തും സ്ത്രീകളെ ആദരിക്കുക എന്നുള്ളതാണ്. മാതാവായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും
സഹോദരിയായാൽ പോലും സ്ത്രീ സമൂഹത്തെ ഒന്നാകെ ബഹുമാനിക്കുക എന്നുള്ളതും അവർക്ക് അർഹമായ ആദരവ് നൽകുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം എന്നാണ് സംഘപരിവാർ ഉൾപ്പെടെ പൊതുവെ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭാരതാംബ, ഭാരതമാതാവ് എന്നൊക്കെ പറയുന്നത് എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ RSSന്റെ സൈദ്ധാന്തികൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന TG മോഹൻദാസ് സ്ത്രീകളെയും പെൺകുട്ടികളെയും സമരം ചെയ്യുന്ന യുവതികളെയും എത്ര നികൃഷ്ടവും അതുപോലെ അധമവുമായ ഭാഷയിലാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ബലാത്സംഗം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെഴുതുകൊണ്ട് മാനസിക വൈകൃതത്തോടെ ഇങ്ങനെ വിറയ്ക്കുന്നത്, അതും ഒരു തരം വഷളം പുച്ഛച്ചിരിയോടെ വായിൽ നിന്നും അമേദ്യവും അതുപോലെ വിഷവും മാത്രം വമിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്കൊന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചു നോക്കാം. ഈ രാജ്യത്തെ യുവതി യുവാക്കൾ, നാളത്തെ ഭാവിയാകേണ്ട പെൺകുട്ടികൾ, രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകേണ്ടവർ, അവർക്ക് നിലവിലെ സർക്കാരിൻ്റെ ഭരണരീതിയോടൊരു എതിർപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നയത്തോട്, ഉദാഹരണം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളോടോ വിയോജിപ്പുണ്ടാകുന്നു. അവർ ജനാധിപത്യപരമായി വഴിയിലൂടെ പ്രതിഷേധിക്കുന്നു, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ഭാഗമായി തെരുവിലിറങ്ങി ശബ്ദമുയർത്തുന്നു. അതിലെവിടെയാണ് നിയമവിരുദ്ധതയുള്ളത്? ആ ഒരു കാര്യത്തിലാണ് TG മോഹൻദാസ് പരസ്യമായി പറയുന്നത് ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന്. അവിടെ തടഞ്ഞു നിൽക്കുന്നവർ ബലാത്സംഗം, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ പ്രതിഷേധക്കാരെല്ലാം, അതും പ്രത്യേകിച്ച് സ്ത്രീകൾ, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെന്നും ആ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയാലും അവർക്ക് യാതൊരു പരാതിയുമില്ല എന്നും ഇയാളിങ്ങനെ വിളിച്ചു കൂവുകയാണ്. എത്രത്തോളം തരം താണതും സംസ്കാരശൂന്യമായ വാക്കുകളാണ് ഇയാൾ ഉപയോഗിച്ചെന്നുകൂടി നോക്കണം, ആലോചിക്കണം. എന്നിട്ട് ഇതിന് പിന്നാലെ കേരള BJP സംസ്ഥാന ഘടകം പങ്കുവച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കൂ. TG മോഹൻദാസിനെ അറസ്റ്റ് തികച്ചും വിവേചനകരമാണെന്നും ഈ അറസ്റ്റ് മതമൗലികവാദികളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നാണ് BJP ആരോപിക്കുന്നത്. എത്രത്തോളം അപമാനകരവും പ്രതിഷേധകരവുമാണ് ഈ നിലപാട്. സ്ത്രീകളെ പുല്ലുവില പോലും കൽപ്പിക്കാതെ തള്ളിക്കളയുന്ന അങ്ങേറ്റം മോശമായൊരു പ്രതികരണമായിട്ടാണ് ഏതൊരു സാധാരണക്കാരനും ഇതിനെ കാണാൻ സാധിക്കുന്നത്. TG മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ജാൻ മണിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യമായി BJP ഉയർത്തുന്നത്. ശരി, ജാൻ മണിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നിയമപരമായ മാർഗങ്ങളിലൂടെ നിങ്ങൾ പോരാടും, ഒരു കുഴപ്പമില്ല. TG മോഹൻദാസിനെതിരെ കേസെടുത്തതും തുടർ നടപടികൾ ഉണ്ടായതുമൊക്കെ നിരവധി വ്യക്തികൾ പരാതി നൽകിയതുകൊണ്ടാണ് നിയമ നടപടികളായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഏതാണ്ട് 10-11 ദിവസത്തിലധികം എടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ജാൻ മണിക്കെതിരെ BJP നേതൃത്വത്തിന് കൃത്യമായി പരാതി നോക്കിക്കൂടാ, അല്ലെങ്കിൽ കൊടുക്കാത്തന്തേ? എത്രയോ സംസ്ഥാനങ്ങളിൽ BJP ഭരണത്തിലുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രധാനമന്ത്രിയാണല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ ജാൻ മണിക്കെതിരെ പോയി പരാതി കൊടുക്കൂ. അതിന് എന്ത് തരം നടപടികളാണ് BJP സ്വീകരിച്ചെന്ന് ആദ്യം വ്യക്തമാക്കണം. അത് വിട്ടിട്ട് കേരളത്തിൽ മതമൗലികവാദികളെ പ്രീണിപ്പിക്കാനുള്ള സർക്കാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ടാണ് TG അറസ്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള ബാലിശവും യാതൊരു യുക്തിയുമില്ലാത്തതുമായ വാദങ്ങളാണ് കേരള BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എവിടെയാണ് മതം വരുന്നത്? TG മോഹൻദാസ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അധിക്ഷേപിച്ചതിൻ്റെ പേരിലാണോ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? അതോ ഇനി ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു മതത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകിയതാണോ TGക്കെതിരെ കേസെടുത്തത്? അതുമല്ലല്ലോ, അല്ലേ അല്ല. സ്ത്രീകൾക്കെതിരെയുള്ള കടുത്ത അധിക്ഷേപമാണ് ഇവിടെ പ്രധാനമായ വിഷയം. അത് ചെറിയൊരു കുറ്റമൊന്നുമല്ല, അത് വളരെ മോശവും അധമവുമായ ഭാഷയിലാണ് ഈ പറഞ്ഞ TG മോഹൻദാസ് നടത്തിയിരിക്കുന്നത്. TG കണ്ടിട്ടുള്ള സ്ത്രീകൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം, TG ഇടപെട്ടിട്ടുള്ള സ്ത്രീകളും അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്ന ചുറ്റുപാടുകൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ സ്ത്രീകളും അങ്ങനെയുള്ളവരാണ്, പ്രതിഷേധിക്കുന്ന പെൺകുട്ടികൾ മുഴുവൻ ആ ഗണത്തിൽപ്പെടുന്നവരാണ്, CJP സമരം നടത്തിയ യുവതികളെല്ലാം അങ്ങനെയുള്ളവരാണെന്ന തരത്തിലൊക്കെയുള്ള സ്വന്തം വീട്ടിലെ ഈ കണ്ണട എടുത്ത് പുറത്തേക്ക് വെച്ച് നോക്കി മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് കഷ്ടവും മോശവുമാണ്. അത്തരം അസംബന്ധ പ്രവൃത്തികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടെ പരാതികൾ നൽകുക തന്നെ ചെയ്യപ്പെടുകയും ചെയ്യും. ഇച്ഛാശക്തിയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കർശന നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതിലേക്ക് നിങ്ങൾ അനാവശ്യമായി മതം വലിച്ചിഴക്കുന്നത് എന്തിനാണെന്നാണ് ആർക്കും മനസ്സിലാകാത്തത്. TG മോഹൻദാസിനെ വൈകിട്ട് 5 മണിയോടെ പോലീസ് അറസ്റ്റ് ചെയ്യാനായി മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ TG യൂട്യൂബ് ചാനലിൻ്റെ ധൈര്യത്തിൽ വിവിധ ചാനലുകളിൽ പോയിരുന്ന് വലിയ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതായത് ഇത്രയും അധമമായ പ്രസ്താവനകൾ നടത്തിയിട്ടും TG മോഹൻദാസിനെ വലിയൊരു മഹാനായി അവതരിപ്പിക്കാൻ ഇവിടെ കുറേ ചാനലുകൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയിരുന്ന TG മോഹൻദാസ് ഒരു വഷളം ചിരിയോടെ താൻ വലിയ എന്തോ കാര്യം ചെയ്തു എന്ന ഭാവത്തിൽ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യാതൊരു അടിസ്ഥാനമില്ലാത്ത വിവരക്കേടുകളും മണ്ടത്തരങ്ങളുമാണ് TG മോഹൻദാസ് വർഗീയതയുടെ അകമ്പടിയോടെ പുറത്തേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിരുന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് കുറേ ആളുകൾ വന്ന് കമൻറ്റുകൾ ഇടുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ താൻ വലിയ സംഭവമാണെന്നും തന്നെ തൊടാൻ ആർക്കും സാധിക്കില്ല എന്ന ഭാവത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പോലീസ് വീട്ടിലേക്ക് എത്തുന്നത്.
പോലീസ് എത്തിയതോടെ ടി ജി കടുത്ത പരിഭ്രാന്തിയിലായി. ഉടൻ തന്നെ പോലീസർ അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി നേരെ കൊണ്ടുപോയി 1.5 മണിക്കൂറോളം വിശദമായി ചോദ്യം ചെയ്തു. 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം നല്ലതുപോലെ വിയർത്ത് കുളിച്ച് വിഷമിച്ച് വല്ലാത്ത ക്ഷീണിതനായ അവസ്ഥയിലേക്ക് ആറുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തത്. മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കടുത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ടി ജി മോഹൻദാസ് എക്കാലവും ജയിലിൽ കിടക്കുമെന്നോ റിമാൻഡിലായി പുറത്തിറങ്ങില്ല എന്നോ ജാമ്യം ലഭിക്കില്ല എന്നോ ഒന്നുമല്ല ആരും അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാം. കാര്യം പ്രായം പരിഗണിച്ച് അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി ജാമ്യം കൊടുക്കാൻ സാധ്യതകളുമുണ്ട്. ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വേഗത്തിൽ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കില്ല, കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഒത്തിരി തന്നെയുണ്ട്. അതൊക്കെ തുടർന്ന് സംഭവിക്കേണ്ട നിയമപരമായ കാര്യങ്ങളാണ്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോളും. എന്നാൽ വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളെയും പ്രത്യേകിച്ച് യുവതികളെയും അവരൊരു പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ എന്തും ചെയ്യാമെന്നും അവരെ അധിക്ഷേപിച്ച് ബലാത്സംഗം ചെയ്യുമെന്നോ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറഞ്ഞ് മാനസിക വൈകൃതം കാണിക്കാമെന്ന് കരുതുന്നവർക്ക് ലഭിച്ച ശക്തമായൊരു തിരിച്ചടി തന്നെയാണ് ഈ പോലീസ് നടപടി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ BJP പ്രവർത്തകരും അണികളും സോഷ്യൽ മീഡിയയിൽ ടി ജി മോഹൻദാസിനെ ജയ് വിളിക്കുന്നുണ്ട്. എന്നാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇവിടെ RSS പോലും ടി ജി മോഹൻദാസിനെ പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. ടി ജി മോഹൻദാസ് തങ്ങളുടെ ബുദ്ധിജീവിയോ സൈദ്ധാന്തികനോ അല്ല എന്നും അയാൾ ആരാണെന്ന രീതിയിലുള്ള RSS നിലപാടെടുത്തിട്ടുള്ളത്. അയാൾക്കായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും RSS പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം വലിയ അധമത്വങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന് അത് പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് RSSന് നന്നായി അറിയാം. മാത്രമല്ല RSS അവിടെ സ്വീകരിച്ച് തികച്ചും ഉചിതമായ നിലപാട് കൂടിയാണ്. കാരണം നമ്മുടെ സംസ്കാരവും പൈതൃകവും സ്ത്രീകളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായി സമരം ചെയ്യുന്ന കുട്ടികൾ മുഴുവനും ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്ന് അതും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വരികൾ ഉദ്ധരിച്ചാണ് ഇയാൾ ന്യായീകരിക്കാൻ നോക്കുന്നത്. അങ്ങനെയുള്ള പേരുകളൊക്കെ വിമർശിച്ച് സംസാരിക്കാറുള്ള ടി ജി മോഹൻദാസാണ് ബലാത്സംഗ വിഷയം വന്നപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതും വലിയൊരു വിരോധാഭാസം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടി ജി മോഹൻദാസിനെതിരെ പോലീസ് സ്വീകരിച്ച ഈ നടപടി സോഷ്യൽ മീഡിയയിലെ മുഴുവൻ വിദ്വേഷ പ്രചാരക്കുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അർജുൻ നായികയ്ക്കെതിരെ നടപടിയെടുക്കുന്നു. കാപ്പ ചുമത്തി കുറ്റവാളികളെ അകത്താക്കാൻ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നത് ശക്തമാകുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനൊപ്പമാണ് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇരുന്നുകൊണ്ട് വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ RSSൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഏത് പ്രമുഖനായാലും നടപടിയെടുക്കുമെന്ന വ്യക്തമായ നിലപാടിലേക്ക് പോലീസ് നീങ്ങുന്നത്. ഈ നീക്കം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം അർജുൻ നായികയെ അറസ്റ്റിലായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പ്രധാന ചോദ്യമായിരുന്നു അർജുൻ നായികയെ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഒടുവിൽ ടി ജി മോഹൻദാസ് കൂടി അറസ്റ്റിലായതോടെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായിട്ടുണ്ട്. പലരും ടി ജി മോഹൻദാസ് ധീരനാണെന്നും വീരനാണെന്നും വീരശൂര പരാക്രമിയാണെന്നും ഒക്കെ അവകാശങ്ങൾ ഉന്നയിച്ചേക്കാം. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൈയടിക്കേണ്ടവർ അത് ചെയ്യാം, വീഡിയോകൾ പങ്കുവെക്കേണ്ടവർക്ക് അതും ചെയ്യാം, കാണേണ്ടവർക്ക് കാണുകയും ചെയ്യാം. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ്. എന്നാൽ ഇത്രയും കടുത്ത രീതിയിൽ സ്ത്രീവിരുദ്ധത പറയുന്ന, സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലും, ഞാൻ ആയിരുന്നെങ്കിൽ വെടിച്ചു കൊന്ന് ശവങ്ങളൊക്കെ പെറുക്കി ദൂരേക്ക് കളയുമെന്ന് പറയുന്ന അധമമായ മനസ്സുണ്ടല്ലോ, മനുഷ്യത്വമില്ലായ്മയും പച്ചയായ സ്ത്രീവിരുദ്ധതയും വിളിച്ചു പറയുന്ന ഒരാളെ എന്തിനാണ് BJPയും മറ്റുള്ളവരും ഇത്രയും താങ്ങി നടക്കുന്നതെന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. PC ജോർജിൻ്റെ മുൻകാല ചരിത്രം കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ടി ജി മോഹൻദാസ് കൂടി ആലോചിക്കണം. PC ജോർജും ഇതേ രീതിയിലായിരുന്നു. വർഗീയതയും അപരമത വിദ്വേഷമൊക്കെ ആളിക്കത്തിച്ചപ്പോൾ BJPക്കാർ കൈയടിച്ച് പിന്തുണ നൽകി. ഒടുവിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനവും മുഴുവനും തകർന്ന് സ്വന്തം സമുദായത്തിലുള്ളവർ പോലും തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് വീടിൻ്റെ ഒരു കോലായിൽ PC ജോർജ് മാറുന്നൊരവസ്ഥയുണ്ടായി. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തി നല്ലൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകേണ്ടിയിരുന്ന ഷോൺ ജോർജും ഏകദേശം ഒഴിവാക്കപ്പെട്ട മട്ടുമാണ്. ഇപ്പോൾ BJPക്കാർക്കോ സംഘപരിവാർ മാധ്യമങ്ങൾക്കോ PC ജോർജിനെ ആവശ്യമില്ല. പൊക്കിക്കൊണ്ട് നടന്നവർ പോലും ഉപേക്ഷിച്ച് അദ്ദേഹം മൂലയ്ക്ക് ഇപ്പോൾ കുത്തിയിരിക്കുന്ന സാഹചര്യമാണ്. ഇത് തന്നെയാണ് ടി ജി മോഹൻദാസിനും സംഭവിക്കാൻ പോകുന്നത്. RSS കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ടി ജി മോഹൻദാസിൻ്റെ കാര്യത്തിൽ RSS അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിപ്പറയുക കൂടി ചെയ്തിട്ടുണ്ട്. ഒരു വിവേകമെങ്കിലും, അതായത് ആ ഒരു വിവേകമെങ്കിലും BJP കേരള ഘടകം കാണിക്കേണ്ടത് കൂടിയുണ്ട്. കാരണം നിങ്ങളുടെ പ്രസ്ഥാനത്തിന് സ്ത്രീകളില്ലേ, നാളെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ ടി ജി മോഹൻദാസ് പറഞ്ഞ അതേ വാചകങ്ങൾ അവരെ നോക്കി മറ്റാരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കും. പിന്നെ മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്താനാണ് ഈ നടപടി എന്നൊക്കെ BJP പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്താണ് കൂടുതൽ ആലോചിക്കണം. ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റിൽ എവിടെയാണ് മതമുള്ളത്? CJP സമരത്തിൽ എവിടെയാണ് മതമുള്ളത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കാൻ നടത്തിയ സമരത്തിൽ എവിടെയാണ് മതം വരുന്നത്? നിങ്ങൾ വെറുതെ അനാവശ്യമായി മതം കുത്തിക്കയറ്റി ഇത്തരക്കാരെയൊക്കെ പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ തന്നെ നാശത്തിനും തകർച്ചയ്ക്കും മാത്രമേ കാരണമാകുള്ളൂ എന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു.